വെൽക്കം എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രീക്കോ ഗാംബിറ്റ് ആണ്. ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് കിങ്സ് പോൺ ഓപ്പണിംഗ്, ഡബിൾ കിങ്സ് പോൺ ഓപ്പണിംഗ്. സ്പെഷ്യലി അതിലെ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാംബിറ്റ് ആണ് ഗ്രീക്കോ ഗാംബിറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ മോസ്റ്റ് മേ ബി ദ ഓൾഡസ്റ്റ് ഗാംബിറ്റ്. 1600-കളിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. സോ ഇറ്റ്സ് ഒരു റിച്ച് ഹിസ്റ്ററി ഉള്ള നല്ലൊരു ഓപ്പണിംഗ് ആണ്. കുറേ ടാക്ടിക്സ് ഉണ്ട്, മേറ്റിംഗ് അറ്റാക്ക് ഉണ്ട്, ഹൗ ടു ഡിഫെൻഡ് പ്രിസൈസ്ലി. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്പണിംഗ് ആണ് ഈ ഗ്രീക്കോ ഗാംബിറ്റ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. White starts with e4, e5, double king's pawn open, knight f3, knight c6, bishop c4 and bishop c5. We have a Greco piano or Italian on the board. ഇവിടെ c3 ആണ് മൂവ് ആൻഡ് നൈറ്റ് f6 ഈസ് ദി ബെസ്റ്റ് മൂവ്. ഇവിടെ നൈറ്റ് c3 വരാത്തതുകൊണ്ട് ഈ പോണിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ബ്ലാക്ക് ടൈംലി നൈറ്റ് f6 കളിച്ചുകൊണ്ട് ഈ പോണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ആൻഡ് ഇവിടെ ദ ബെസ്റ്റ് മൂവ് ഈസ് d3. ദാറ്റ്സ് കോൾഡ് ദ വെരി സ്ലോ ഇറ്റാലിയൻ. പക്ഷെ ഇവിടെ d4 കളിച്ചുകൊണ്ട് ഗെയിമിനെ ഒന്നുകൂടി ലൈവ്ലി ആക്കുന്നു. അറ്റാക്കിംഗ് ആൻഡ് അഗ്രസീവ് ഓപ്ഷൻ, 2 pawns ഇൻ ദ സെൻറ്റർ. ആൻഡ് ഇവിടെ ബ്ലാക്കിനൊരു ചോയ്സ് ഉണ്ട് ആൻഡ് ദ ചോയ്സ് ഈസ് either these two or pawn takes it. And arrow കാണിച്ചിരിക്കുന്ന പോലെ e takes d4 is possibly the only move to stay in the game. Next, ഫസ്റ്റത്തെ ബിഷപ്പ് b6 പോയി കഴിഞ്ഞാൽ the game is already lost. You see, it's just move number 5, game is already lost. So that's the power of Italian and this opening. ഇവിടെ pawn takes pawn with നൈറ്റിനെ ത്രെട്ട് വെക്കുന്നു. ഇനി നൈറ്റിന് മൂവ് ചെയ്യാം. നൈറ്റ് g4 നൈറ്റ് e4 മൂവ് ചെയ്യുക. നൈറ്റ് e4 മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ക്വീൻ ഡബിൾ അറ്റാക്ക്, ക്വീൻ ടു d5, ഒരു ബാറ്ററി ഉണ്ട്. f7ലും അറ്റാക്ക് വരുന്നുണ്ട്. e4ൽ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ബിഷപ്പ് ടേക്സ് f2 വിത്ത് ചെക്ക് ആണെങ്കിൽ ജസ്റ്റ് പ്ലേ കിങ് ടു e2 ഓർ കിങ് ടു f1. ഇനി ഇവിടെ രണ്ട് f7 പാണിനെയും e4ൽ നൈറ്റിനെ രണ്ടിനും കൂടെ ബ്ലാക്കിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദ ഗെയിം വിൽ ബി ലോസ്റ്റ്. ഇനി ഇവിടെ നൈറ്റ് g4 മൂവ് ചെയ്യുന്നെങ്കിൽ ദർ ഈസ് ദി സാക്രിഫൈസ് ബിഷപ്പ് ടേക്സ് f7, കിങ് ടേക്സ് നൈറ്റ് ടു g5 ആൻഡ് ഫോളോഡ് ബൈ queen captures the knight. That's a great opening. That's a great winning moves. Let's say king to e8 ആണെങ്കിൽ we'll just simply play queen takes g4 and win the game. So bishop to b6 is not an option. ഇനി ബിഷപ്പ് d6 പോകുന്നെങ്കിൽ once again theoretically the best move ഇവിടെ കാണേണ്ടതുണ്ട്. That's not a move easy to see. ഇവിടെ pawn takes ഒന്നല്ല best move. The best move is bishop to d5. So what is the idea? Now the bishop is attacking the knight and that knight is defending the e5 square. So we will simply take it and let's say അവരിവിടെ castle ചെയ്യുന്നുണ്ടെങ്കിൽ we will simply take it and if pawn takes it, now we know the move position is simply winning after d captures e5. ഇവിടെ two പീസിനെ ഇവിടെ 4k ചെയ്യുകയാണ് and the game will be winning. സോ അതാണ് ബിഷപ്പ് ടു d5ൻ്റെ ഐഡിയ. സോ ദേ ഹാവ് ടു പ്ലേ സം പ്രിസൈസ് മൂവ് ബ്ലാക്ക്, ബട്ട് ദ ഗെയിം ഈസ് ഓൾറെഡി ലോസ്റ്റ്. ബ്ലാക്കിന് ഗെയിം ലോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് പോസിബിളി ദ ബെസ്റ്റ് മൂവ് ഫോർ ദ ബ്ലാക്ക് ഈസ് നൈറ്റ് ടേക്സ് d5. അപ്പോൾ അവിടെ തിരിച്ച് ഈ ക്യാപ്ചേഴ്സ് d5 ചെയ്തുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇനി ഇവിടെ നൈറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ടേക്സ് അടിക്കാൻ വേണ്ടി പറ്റും. സോ ബ്ലാക്ക് ഫൈൻഡ്സ് ദ മൂവ് e4. എനിവേ അത് പൊസിഷൻ ഈസ് ലോസ്റ്റ്, ബട്ട് e4 ഇവിടെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാണ്. സോ വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് ഇറ്റ്. തിരിച്ച് ക്യാപ്ചർ ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ g5 കളിച്ചുകൊണ്ടിട്ട് ഇവിടെ f7ലേക്ക് ഒരു അറ്റാക്ക് വെക്കുകയാണ്, പ്ലസ് അറ്റാക്ക് ഓൺ ദ നൈറ്റ്. ഇവിടെ ബ്ലാക്കിന് 2 ചോയ്സസേ ഉള്ളൂ റഫ്ലി. നൈറ്റ് b8 നൈറ്റ് ടു e7, ഈ 2 ചോയ്സാണുള്ളത്. ഇവിടെ നൈറ്റ് ടു e7 പോയി കഴിഞ്ഞാൽ ആൻഡ് നൗ വി നോ വൈ ദിസ് നൈറ്റ് ഈസ് ഹിയർ. ഈ നൈറ്റ് മൂവിനോട് കൂടിയിട്ട് ക്വീന് ലൈൻ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ക്വീൻ വിൽ ഇമ്മീഡിയറ്റ്ലി മൂവ് ടു h5 വിത്ത് എൻ ഇമ്മീഡിയറ്റ് അറ്റാക്ക് ഓൺ ദ പാൺ. ആൻഡ് പ്ലസ് ഇവിടെ കാസ്ലിംഗ് ഒന്നും പറ്റുന്നില്ല. കാസ്ലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ h7 ക്യൂൺ ടേക്സ് h7 വിൽ ബി എ മേറ്റ് ഇൻ 1. പക്ഷേ ഇവിടെ നല്ലൊരു മേറ്റിംഗ് പാറ്റേൺ ഉണ്ട്. ഇവിടെ ബ്ലാക്ക് ഒന്നുകൂടെ പ്രൊവക്കേറ്റീവായിട്ട് g6 മൂവ് മേക്ക് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി അറ്റാക്കിംഗ് ദ ക്വീൻ ആണ്. പക്ഷേ ഇവിടെ f6 സ്ക്വയറെല്ലാം വീക്ക് ചെയ്തിട്ടുണ്ട്, h6 സ്ക്വയറും വീക്ക് ചെയ്തിട്ടുണ്ട്. വിത്ത് ദിസ് മൂവ് g6, അഗ്ലി g6 മൂവ് കൊണ്ട് ക്വീനിൽ അറ്റാക്കാണ്. സോ ഇഫ് യു ആർ ലൈക്ക് അലേർട്ട് ടു ദ മേറ്റിംഗ് പാറ്റേൺസ്, നൈറ്റ് ആൻഡ് ബിഷപ്പ് മേറ്റിംഗ് പാറ്റേൺ ആയ സഫക്കേഷൻ മേറ്റ് വരെ ഇവിടെ വരാൻ വേണ്ടി സാധിക്കും. സോ ആൻഡ് ദാറ്റ്സ് immediately the move is knight takes it e4. ഇവിടെ ക്വീനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ we have that beautiful suffocation mate. Knight to f6,
king to f8 and can you find it? Bishop to h6 is a mate. So ഇതുപോലുള്ള ലൈന് വരുന്നത് കൊണ്ടിട്ട് തന്നെ ബിഷപ്പ് d6ഉം പറ്റുന്നില്ല. സോ ആൻഡ് ദാറ്റ് നേരത്തെ ഡിസ്കസ് ചെയ്തു. ദ ബെസ്റ്റ് മൂവ് ഈസ് e takes d4. ഇൻ മോസ്റ്റ് ഓഫ് ദ e4 e5 ഓപ്പണിങ്ങിൽ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ e takes d4 ആണ് ബ്ലാക്ക് കളിക്കേണ്ടത് ഇഫ് ദർ ഇസ് നോ ഇമ്മീഡിയറ്റ് റെഫ്യൂട്ടേഷൻ. സോ e takes d4 ഇസ് പോസിബിളി ദി ബെസ്റ്റ് മൂവ്. ഇവിടെ ഒരു മോഡേൺ ഒരു ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e5 ഗെയിമിൽ കളിച്ചുകൊണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഗ്രീക്കോ ഗാംബിറ്റിൻ്റെ ഒരു മോഡേൺ വേർഷൻ വരുന്നത്. പക്ഷേ ഇവിടെ ക്ലാസിക് ലൈനായിട്ടുള്ള c takes d4 ആണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഇമ്മീഡിയറ്റ്ലി ബിഷപ്പ് ഈസ് അണ്ടർ ത്രെറ്റ് ആൻഡ് ആൾസോ pawn d5 അതേപോലെ pawn e5 എല്ലാം കളിച്ചുകൊണ്ടിട്ട് ഈ നൈറ്റ്സിനെ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരി ഗുഡ് പൊസിഷനായിരിക്കും വൈറ്റിന് കിട്ടുക. ഈ നൈറ്റ് ഓൺ ദർ ബെസ്റ്റ് സ്ക്വയേഴ്സാണ്. അതിനെ pawn ഹറാസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒത്തിരി വീക്ക്നെസ് അറൗണ്ട് ദ കിങ് വന്നിരിക്കും. സോ അതുകൊണ്ട് ലക്കിലി ബ്ലാക്ക് ഈസ് ഹാവിങ് ദിസ് ചെക്ക്. ഈ ഒരു ടെമ്പോ ചെക്ക്, ഈ ഒരു ചെക്ക് ഇല്ലായിരുന്നെങ്കിൽ ബ്ലാക്ക്സ് പൊസിഷൻ വിൽ ബി ഇമ്മീഡിയറ്റ്ലി ലോസ്റ്റ്. ഇവിടെ ഇനി വൈറ്റിനാണ് ഉള്ളത്. വൈറ്റിന് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാം, പല രീതിയിൽ ബ്ലോക്ക് ചെയ്യാം. നൈറ്റ് d2 ഓർ നൈറ്റ് c3 ഓർ ബിഷപ്പ് d2. ആൻഡ് ഹിയർ ദ ബെസ്റ്റ് മൂവ് ഈസ് സിമ്പിൾ ലൈക്ക് ബിഷപ്പ് d2 ഈസ് ദി വെരി ബെസ്റ്റ് മൂവ്. ബട്ട് ദ ഗ്രീക്കോ ഗാംബിറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ മൂവ് നൈറ്റ് ടു c3. ഇവിടെ ഗാംബിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഗാംബിറ്റ് മീൻസ് സാക്രിഫൈസിങ് എ pawn ഫോർ സം സോർട്ട് ഓഫ് കമ്പൻസേഷൻ, പോസിബിളി ഡെവലപ്മെൻറ്റ് അഡ്വാൻറ്റേജ്. ഇവിടെ നൈറ്റിനെ c3 ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ബട്ട് ഇൻ റിട്ടേൺ വി ആർ സാക്രിഫൈസിങ് എ pawn. സോ നൈറ്റ് ടേക്സ് c3 ആൻഡ് നൈറ്റ് ടേക്സ് e4. വൈറ്റ് ഒരു pawn ഡൗൺ ആണ് ഫോർ റാപ്പിഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇവിടെ ഡെവലപ്മെൻറ്റ് ചെയ്യുകയാണ്. ആൻഡ് ദാറ്റ്സ് ദ മൂവ് ഈസ് ഡബിളോഡ്. അങ്ങനെ ഡബിളോ കളിച്ചുകൊണ്ടിട്ട് വൈറ്റ് കിങ്ങിനെ സേഫ് ചെയ്തിട്ട് റൂക്കിനെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ഈ ഫയൽ, ഒരു ഓപ്പൺ ഫയലാണല്ലോ ഈ ഫയൽ, അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്. ഇവിടെ ചോയ്സ് ഉണ്ട് ബ്ലാക്കിന്. ഈ നൈറ്റ് c3 നൈറ്റിനെ രണ്ട് രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഹിയർ ദ ബെസ്റ്റ് മൂവ് ഈസ് ബിഷപ്പ് ടേക്സ് ഇറ്റ്. പക്ഷേ ഇവിടെ ലെറ്റ്സ് എ നൈറ്റ് ടേക്സ് c3 കളിക്കുന്നതെങ്കിൽ ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് b takes c3 is the most natural move. ഇവിടെ there is only one move to stay in the game. Can you believe it? ഇവിടെ ബെസ്റ്റ് മൂവ് തിയറി അറിയുന്നവർക്ക് അത് മാത്രമേ അത് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ബിഗിനേഴ്സ് വിൽ ഫെയിൽ ടു ഫൈൻഡ് ദ ബെസ്റ്റ് മൂവ് ആൻഡ് ദ ബെസ്റ്റ് മൂവ് ഈസ് d5. ഈ d5 എത്ര പേര് കാണുമെന്നുള്ളത് ഐ ഡോണ്ട് നോ, ബട്ട് ദാറ്റ് ഈസ് ദ ഓൺലി മൂവ് ടു സ്റ്റേ ഇൻ ദ ഗെയിം. ഇനി ഇവിടെ വാട്ട് ജസ്റ്റ് ഹാപ്പൻസ്, നോർമലി എന്താ സംഭവിക്കുന്നത്, ബ്ലാക്ക് സൈഡ് ഗ്രീഡി ആവും, പൗണിനെ ക്യാപ്ചർ ചെയ്യും. ദാറ്റ്സ് എ ലൂസിങ് മിസ്റ്റേക്ക്. ദ ഗെയിം ഈസ് ഓൾറെഡി ഓവർ, ബട്ട് യു ഹാവ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് മൂവ്. ഇവിടെ ബിഷപ്പ് റൂക്കിനെ ത്രെട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് അറ്റ് വാട്ട് കോസ്റ്റ്? ഇമ്മീഡിയറ്റ്ലി നമ്മൾ കിങ്ങിനെ നോക്കണം. കിങ് സേഫ്റ്റി ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദിസ് ഇൻ എനി ഗെയിം. ഇവിടെ കിങ് ഈ ഫയലുണ്ട് ആൻഡ് വൈറ്റ് കിങ് ഈസ് വെരി സേഫ്. ബ്ലാക്ക് കിങ് ഈ ഫയലിൽ ഓപ്പൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒറിജിനലി 1600 ഈ ഓപ്പണിങ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള പ്ലെയർ ഗ്യോക്കിനോ ഗ്രീക്കോ ക്യൂൻ b3 ആണ് അന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എൻജിൻസ് നമുക്ക് അറിയാൻ പറ്റും ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് മൂവ്. ക്യൂൻ b3 വന്നു കഴിഞ്ഞാൽ d5 ഈസ് എ ഗുഡ് മൂവ്. അറ്റാക്കിംഗ് ദ ബിഷപ്പ് ഇൻ റിട്ടേൺ ആൻഡ് അറ്റ്ലീസ്റ്റ് ബ്ലാക്ക് ഈസ് സ്റ്റേയിങ് ഇൻ ദ ഗെയിം. സോ ദ ബെസ്റ്റ് മൂവ് ഈസ് ബിഷപ്പ് ടു a3. ആഫ്റ്റർ ബിഷപ്പ് ടു a3 എന്തുകൊണ്ടാണ് ബെസ്റ്റ് മൂവ് എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ദ റീസൺ ഈസ് ഇമ്മീഡിയറ്റ്ലി കണ്ടോ, ബിഷപ്പ് ഒത്തിരി സ്ക്വയേഴ്സ് അറൗണ്ട് ദ കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഹൈവേ, ഐ വിൽ കോൾ ഇറ്റ്. കിങ്ങിലെല്ലാം അടുത്തുള്ള സ്ക്വയേഴ്സിലേക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദോസ് ആർ ദ ഹൈവേസ്. ആൻഡ് പ്ലസ് ഈ ബിഷപ്പ് ഇവിടെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അനദർ 2 ബിഷപ്പ് ആൻഡ് പ്ലസ് ഒരു ഈ ഫയലും കൂടി റൂക്കും കൂടി വന്നു കഴിഞ്ഞാൽ ദർ വിൽ ബി എ കമ്പൈൻഡ് അറ്റാക്ക് ഓൺ ദ കിങ് ബൈ ദി മൈനർ പീസസ്. പ്ലസ് ദ റൂക്കും വരുന്നുണ്ട്. ഇവിടെ പ്രിസൈസായിട്ട് ഇവിടെ കളിച്ചെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇമ്മീഡിയറ്റ് ഡിസാസ്റ്റർ ഒഴിവാക്കാൻ പറ്റുള്ളൂ. എനിവേ ദ പൊസിഷൻ ഈസ് ലോസ്റ്റ് ഫോർ ദ ബ്ലാക്ക്. ഇവിടെ ലെറ്റ് സി ദ ബ്ലാക്ക് സൈഡ് ഗെറ്റിംഗ് ഗ്രീഡി. മോസ്റ്റ് ഓഫ് ദ ഗെയിംസ് ഓൺലൈൻ അവിടെ ഗ്രീഡി ആവുകയാണ് ചെയ്യാറുള്ളത്. സോ ബിഷപ്പ് ടേക്സ് ആൻഡ് നൗ ദാറ്റ്സ് ഗെയിം ഓവർ. നമുക്കറിയാം വി നോ ദാറ്റ്സ് ഹൈവേ ടു ദ കിങ്. റൂക്ക് e1, റൂക്കിനെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഫയലുണ്ട്, കിങ്ങിന് മൂവ് ചെയ്യാനൊന്നും സ്ക്വയർസ് അവൈലബിൾ അല്ല. ആൻഡ് ദർ ഈസ് ഓൺലി വൺ പ്ലോസിബിൾ പ്ലേയബിൾ മൂവ് ആയിട്ട് വരുന്നത് നൈറ്റ് ടു e7. ആൻഡ് നൗ യു ക്യാൻ take it with the rook or with the bishop. In both of the cases it's a game over, but I prefer rook takes it. ഇവിടെ ക്വീനെ ക്യാപ്ചർ ചെയ്യലേ ഇവിടെ ബെസ്റ്റ് മൂവ് ആയിട്ടുള്ളൂ. ഇൻ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് കിങ് മൂവ്സ്? കിങ് f8 മൂവുന്നെങ്കിൽ ദിസ് ഈസ് ഇമ്മീഡിയറ്റ്ലി മേറ്റ് ഹിയർ. റൂക്ക് f7, കിങ് g8 പോയി കഴിഞ്ഞാൽ ദർ ഈസ് ദിസ് ബ്യൂട്ടിഫുൾ റൂക്ക് ടു f8 വിത്ത് എ ഡബിൾ ചെക്ക് ആൻഡ് ദ ഗെയിം ഈസ് ആൾ ഓവർ. സോ ദിസ് ഈസ് എ പണിഷ്മെൻറ്റ് ഫോർ ബ്ലാക്ക് ഗെറ്റിംഗ് greedy.
ആൻഡ് നൗ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നമ്മുടെ കാസിൽ ചെയ്ത് കഴിഞ്ഞാൽ പോസിബിളി ദ ബെസ്റ്റ് മൂവ് ഈസ് ബിഷപ്പ് ടേക്ക് C3 ആൻഡ് ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ഇൻ ദ നെക്സ്റ്റ് ഗെയിം. ലെറ്റ്സ് എ ബിഷപ്പ് ടേക്സ് D8 ഇവിടെ വരുന്നുണ്ട്. സോറി, ബിഷപ്പ് ടേക്സ് C3. Yeah, so here is the move. So bishop takes C3 is the best move. And ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ വൈറ്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇമ്മീഡിയറ്റ്ലി ആയിട്ട് നാച്ചുറൽ മൂവ് ആയിട്ടുള്ള ബി ടേക്സ് C3 കളിച്ചു കഴിഞ്ഞാൽ ദർ വിൽ ബി D5. കണ്ടോ, ഈ D5 കളിക്കുന്നതോട് കൂടിയിട്ട് ബ്ലാക്കിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിരിക്കുകയാണ്. ബ്ലാക്കിൻ്റെ നാച്ചുറലി ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വിത്ത് D5 ഇവിടെ ബിഷപ്പിന് അറ്റാക്കാണ്. D5 ഇവിടെ സെൻട്രലൈസ്ഡ് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മൂവ് കാസിലും ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി നോ പ്രോബ്ലം ഫോർ ദ ബ്ലാക്ക് സൈഡ്. സോ അതുകൊണ്ട് തിരിച്ച് ക്യാപ്ചർ ചെയ്യുന്നതല്ല ദ ബെസ്റ്റ് മൂവ് ആൻഡ് ദ കൗണ്ടർ ഇൻഡ്യൂറ്റീവ് മൂവ് D5. ഇവിടെ ഈ ഓപ്പണിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്, D5 ആർക്കാണോ മൂവ് ചെയ്യാൻ പറ്റുന്നത് ദേ വിൽ എൻജോയ് എ ബെറ്റർ പൊസിഷൻ. സോ ഹിയർ D5, ബട്ട് ഇൻ ദിസ് കേസ് ഇറ്റ്സ് ഇമ്മീഡിയറ്റ്ലി വൈറ്റിന് വിന്നിങ്ങോ എന്നല്ല, പൊസിഷൻ സ്റ്റിൽ ഇൻ ദ ഡ്രോയിഷ് ടെറിട്ടറി തന്നെയാണ് ഉള്ളത്. ബട്ട് ബ്ലാക്കിന് കുറച്ച് പ്രിസൈസ് മൂവ്സ് കളിച്ചെങ്കിൽ മാത്രമേ ഗെയിമിൽ ഈ ഡ്രോയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുള്ളൂ എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ ആഫ്റ്റർ D5 നൈറ്റിലേക്ക് അറ്റാക്ക് ഉണ്ട്, ബിഷപ്പിലേക്ക് അറ്റാക്ക് ഉണ്ട്. ഹിയർ ദ ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് ബിഷപ്പ് ടു F6 ആണ് തിയററ്റിക്കലി ദ ബെസ്റ്റ് മൂവ്. ബട്ട് യു ക്യാൻ പ്ലേ നൈറ്റ് ടു E5 ഓൾസോ. സോ നൈറ്റ് ടു E5 ആണ് അവിടെ മൂവ് വന്നിട്ടുള്ളത്. ആൻഡ് ദെൻ പാൺ ടേക്സ് C3. ഇവിടെ നൈറ്റിനെ തിരിച്ച് ഇവിടെ ക്യാപ്ചർ ചെയ്യുകയാണ്. ആൻഡ് ഇൻ ദിസ് പൊസിഷൻ 2 നൈറ്റ്സ് അൺഡിഫെൻഡഡ് ആണ്, പ്ലസ് ദ പാൺ ഓൺ G7 ഈസ് ഓൾസോ അൺഡിഫെൻഡഡ്. ദാറ്റ് മീൻസ് ദർ ഇസ് വൺ മൂവ്, ഒരു ട്രിപ്പിൾ അറ്റാക്ക് ആണ്. ആൻഡ് ദ മൂവ് ഈസ് സെൻട്രലൈസിങ് ക്വീൻ ടു D4. ഉണ്ടോ, ഈ ക്വീന് 2 നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു, G7 പാണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവരൊരു ബെസ്റ്റ് ഒരു കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് സിംപ്ലി F5 ഈസ് എ ഗുഡ് മൂവ്. ബട്ട് നൈറ്റ് F5 ആണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് മൂവായിട്ട് വരുന്നത്. ബട്ട് അനദർ പ്ലേബിൾ മൂവ് ഈസ് നൈറ്റ് C to D6. ഉണ്ടോ, ഈ നൈറ്റ് കൊണ്ട് ഈ നൈറ്റിനെ ഡിഫെൻഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ G7 പോണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. സോ ദർ ഈസ് ദ മൂവ് ക്വീൻ ടേക്സ് G7. ഇവിടെ റൂക്കിലേക്കുള്ള അറ്റാക്ക് ഉണ്ട്, അതേപോലെ H7 പാണിലേക്ക് ഒരു അറ്റാക്ക് ഉണ്ട്. റൂക്ക് F8 ഒന്നും ഇവിടെ കളിക്കാൻ വേണ്ടി പറ്റില്ല. റൂക്ക് F8 കളിച്ചെങ്കിൽ റൂക്ക് E1 വന്നുകൊണ്ട് പിന്ന് ചെയ്യും. സോ ഇവിടെ ബെസ്റ്റ് മൂവ് ഫോർ ദ ബ്ലാക്ക് സൈഡ് ഈസ് ക്വീൻ ടു F6. ആഫ്റ്റർ ക്വീൻ ടു F6 ദർ ഈസ് നത്തിങ് ബെറ്റർ ദാൻ എക്സ്ചേഞ്ച് ഇറ്റ്. കാരണം നല്ലൊരു സ്ക്വയർ അവൈലബിൾ വരുന്നില്ല ഇവിടെ. കാരണം ഇവിടെ ക്വീൻ G4 വന്നു കഴിഞ്ഞാൽ H5 എല്ലാം വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ബി ഗ്രേറ്റ് ഫോർ ദ ബ്ലാക്ക് സൈഡ്. സോ ഇവിടെ ക്വീൻ ടേക്സ് ക്വീൻ എക്സ്ചേഞ്ച് ചെയ്തു. നൈറ്റ് ടേക്സ് F6 ഇവിടെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഇവിടെ E5 ഒരു ചെക്ക് വെക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് ദ മൂമെൻറ്റ് വേർ ബ്ലാക്ക് കറക്റ്റായിട്ടുള്ള മൂവ് ഇവിടെ ഗെയിമിൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ദർ ഈസ് പോസിബിളി ഓൺലി വൺ മൂവ് ടു സ്റ്റേ ഇൻ ദി ഗെയിം. ഇവിടെ കിങ് 2 മൂവ് ചെയ്ത് കഴിഞ്ഞാലും ഗെയിം വിൽ ബി ലോസ്റ്റ് ഇയർ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ലോസ്റ്റ് ആകുന്നത് എന്നുള്ളത്. കിങ് D8 ഫസ്റ്റ് നോക്കാം. കിങ് D8 ഫസ്റ്റ് വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പിൻ ചെയ്യുകയാണ് ബിഷപ്പ് ടു G5. ഉണ്ട്, ബിഷപ്പ് G5 കളിച്ചുകൊണ്ട് നൈറ്റിനെ പിൻ ചെയ്യുകയാണ്. ഇനി ഇവിടെ നൈറ്റിനെ ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഗോയിങ് ടു ടേക്ക് ഇറ്റ്. സോ ഇഫ് നൈറ്റ് ടു E8 then there is a sacrifice, exchange sacrifice. rook takes E8, king takes it. king takes forced ആണ്. ഇവിടെ rook takes പറ്റില്ല, കാരണം bishop takes F6 followed by rook E1. ആ പിൻ ചെയ്തേക്കുന്ന റൂക്കിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് king takes it and now rook to E1 check. ഇവിടെ king to D8 ആണെങ്കിൽ bishop takes F6 is mate in 1. സോ അതുകൊണ്ട് king to F8 പോകണം. ഇവിടെ അറൗണ്ട് ദ ബ്ലാക്ക് കിങ് ഒത്തിരി സ്ക്വയർസ് വീക്കാണ് ആൻഡ് വിൽ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്. ബിഷപ്പ് ടേക്സ് F6 ഈസ് ദ നാച്ചുറൽ മൂവ്, ബട്ട് ദാറ്റ്സ് നോട്ട് റിക്വയർഡ്. ബിഷപ്സ് H6 കളിച്ചുകൊണ്ടിട്ട് കിങ്ങിനെ മൂവ് ചെയ്തേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി കിങ്ങിന് സ്ക്വയർസ് ഒന്നും അവൈലബിൾ അല്ല, ജസ്റ്റ് 1 സ്ക്വയറിൽ മാത്രമേ G8 മാത്രമേ കിങ് സേഫ് ആയിട്ടുള്ളൂ. സോ വി ഹാവ് ടു ഫൈൻഡ് എ വേ ഹൗ ടു ചെക്ക് ഇറ്റ്. ആൻഡ് ദ മൂവ് ഈസ് rook to E5. The idea is rook to G5, checkmate idea. And here the mate in 1 is unstoppable. നൈറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ E8 ചെക്ക് വരുന്നതായിരിക്കും. സോ ദർ ഈസ് നോ വേ, കിങ് കനോട്ട് എസ്കേപ്പ് ഓൾസോ. എവറിത്തിങ് കിങ്ങിനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. സോ ജസ്റ്റ് 1 സ്ക്വയർ, ദാറ്റ്സ് ഗെയിം ഓവർ. So that is the punishment for king to D8. And next move we look at what will happen if king move to F8. King F8 പോയി കഴിഞ്ഞാൽ now we still the move is
bishop to h6. After bishop to h6 game over ആണ്. This is again a winning position for the white side. King g8 again last കണ്ട പോലെ തന്നെ റൂക്കിനെ ലിഫ്റ്റ് ചെയ്യാണ് with the idea of rook to g5 mate. ഇവിടെ രണ്ട് രീതിയിൽ ബ്ലാക്കിന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ബട്ട് the position is already lost. But okay, ഇവിടെ ലെറ്റ്സ് സി ബോത്ത് ഓഫ് ദ നൈറ്റ് ക്യാൻ ജംപ് ടു e4. അപ്പോൾ നമ്മൾ ഈ രണ്ട് നൈറ്റ് ജമ്പും നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. ലെറ്റ്സ് എ ഫസ്റ്റ് ഈ നൈറ്റിനെ വന്നു കഴിഞ്ഞാൽ ദർ ഈസ് എ ബ്യൂട്ടിഫുൾ മേറ്റിംഗ് പാറ്റേൺ ആൻഡ് ദാറ്റ് യു വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ്. യു വാണ്ട് ടു ലുക്ക് അറ്റ് നൈറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു റിമെമ്പർ ദർ ഈസ് എ ബ്യൂട്ടിഫുൾ മേറ്റിംഗ് പാറ്റേൺ ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ മൂവ് നൈറ്റ് ടു d2. ഇമ്മീഡിയറ്റ്ലി നൈറ്റിനെ ചാലഞ്ച് ചെയ്യുകയാണ്. നൈറ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ g5 സ്ക്വയർ വരും. സോ അതുകൊണ്ട് റൂക്കിന് ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്. സോ ദ മൂവ് ഈസ് d6. പക്ഷേ റൂക്കിനെ അവിടെ ഡിഫെൻഡ് ചെയ്യുന്നില്ല, പകരം കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയാണ് വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് മേറ്റിംഗ് പാറ്റേൺ ആൻഡ് വിഷ്വലൈസിങ്. White is able to find the move. Knight takes e4, and now if pawn takes it, then beautiful knight takes f6 with a suffocation mate. So knight d to e4 is not possible. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നൈറ്റ് എഫ് ടു e4 ആണ്. ലെറ്റ്സ് എ നൈറ്റ് എഫ് ടു e4 വന്നു കഴിഞ്ഞാൽ ദിസ് മൂവ് ഇസ് നോട്ട് പോസിബിൾ. വൈ? ഇവിടെ f6 വരുന്നുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ സഫക്കേഷൻ മേറ്റിംഗ് പാറ്റേണിലേക്ക് പോയി കഴിഞ്ഞാൽ നൈറ്റ് f6 വരുമ്പോൾ കിങ് f7ലേക്ക് മൂവ് മേക്ക് ചെയ്തുകൊണ്ടിട്ട് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് പൊസിഷൻ ഇസ് സ്റ്റിൽ ലോസ്റ്റ് ഫോർ ദ വൈറ്റ് സൈഡ്. സോ അതുകൊണ്ട് അത്രയും ഒരു മൂവിലേക്ക് നമുക്ക് പോകേണ്ടത് ആവശ്യമില്ല. റൂക്കിനെ സാക്രിഫൈസ് ഒന്നും ചെയ്യണ്ട. ആൻഡ് ദ ബെസ്റ്റ് മൂവ് ഈസ് ദ അതർ റൂക്ക് വിൽ ജോയിൻ. റൂക്ക് ടു e1. റൂക്ക് ടു e1 കളിച്ചുകൊണ്ടിട്ട് നെക്സ്റ്റ് ദ ഐഡിയ ഈസ് റൂക്ക് ക്യാപ്ചേഴ്സ്. സോ അതുകൊണ്ട് അവരിവിടെ ബ്ലാക്ക് f6 കളിച്ചുകൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുകയാണ്. സോ വൈറ്റിൻ്റെ റൂക്ക് വിൽ ഗോ ടു ദ 7th റാങ്ക്. 7th റാങ്ക് റൂക്ക് g7 വിത്ത് അറ്റാക്കിങ് ഐഡിയാസ് ഉണ്ട്. ഇവിടെ b6 മൂവ് മേക്ക് ചെയ്യാണ്. ആൻഡ് ദ നെക്സ്റ്റ് മൂവ് ഈസ് നൈറ്റ് ടു h4. നൈറ്റ് ടു h4ന് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. ദാറ്റ് ഇമ്മീഡിയറ്റ്ലി യു വിൽ സീ ആഫ്റ്റർ ദിസ് മൂവ് ബിഷപ്പ് ടു b7. റൂക്ക് g7 ചെക്കാണ്. കിങ് ടു f8. കിങ് ജസ്റ്റ് വാക്സ് ഇൻ ടു ദ പിൻ ആൻഡ് വിത്ത് എ വിൻമിൽ ടൈപ്പ് ഒരു ടാക്ടിക്കിലേക്ക് വരികയാണ്. റൂക്ക് ടേക്സ് h7 ആൻഡ് കിങ്ങിന് ഇവിടെ കിങ്ങിലേക്ക് അറ്റാക്ക് ഉണ്ട്, അതേപോലെ റൂക്ക് ടേക്സും ഉണ്ട്. ഈ രണ്ട് പീസുകളും ഇവിടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ കിങ് മസ്റ്റ് റിട്ടേൺ ബാക്ക്. ഇവിടെ റൂക്ക് g7, കിങ് അവിടെ പോയി. ഇനി ഇവിടെ നൈറ്റിന് ഈ പാൺ ഇവിടെ h7 ബ്ലാക്കിൻ്റെ പാണില്ല, അതിനെ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ട് ഇവിടെ വൈറ്റ് നൈറ്റ് g6ലേക്ക് വരാൻ വേണ്ടി പറ്റുന്നു വിത്ത് എ ഫോർക്ക് കിങ് ടു e8 ആൻഡ് നൗ നൈറ്റ് ടേക്സ് റൂക്ക് വിത്ത് ഐഡിയ ഓഫ് f3 വിന്നിങ് ബൈ പിന്നിങ്. ദ നൈറ്റ് ഈസ് പിൻഡ് ആൻഡ് വൈറ്റ് വിൽ വിൻ ദിസ് ഗെയിം. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ബ്ലാക്കിന് ഒരു ബെസ്റ്റ് മൂവുകളായിട്ട് എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളതാണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ആർ ദ മൂവ്സ് ഫോർ ദ ബ്ലാക്ക് സൈഡ്, ദ ബെസ്റ്റ് മൂവ്സ്. ലെറ്റ്സ് e4 e5, knight f3 knight c6, bishop c4 c5, c3 knight f6 d4. So takes and bishop b4, very important tempo move. Knight c3, knight e4 and now doubloed. And now bishop takes c3. ഞാൻ നേരത്തെ പറഞ്ഞു bishop takes c3 is the best move, and the counterintuitive move for the white side is d5. And now bishop f6 is the best move. Bishop f6 is the best move ആണെങ്കിൽ knight e5 is also a playable move that is not lost. So knight e5 ആണ്. And here precise moves നമ്മൾ കാണിച്ചിട്ടുണ്ട്. And now your queen d4, knight c d4 and queen takes g7. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ റൂക്ക് e1 വന്നു കഴിഞ്ഞാൽ നൈറ്റ് എഫ് e4 ആണ് ഇവിടുത്തെ ബെസ്റ്റ് മൂവ് വരുന്നത്. ദ ഗെയിം ഈസ് സ്റ്റിൽ എ ഡ്രോ. ഈവൻ ആഫ്റ്റർ നൈറ്റ് ടു d2 വന്നാലും ഇവിടെ f5 കളിക്കാം ഉണ്ടോ. അതുകൊണ്ടാണ് എഫിലെ നൈറ്റ് നമ്മൾ റിലീസ് ചെയ്യുന്നത്, f5 വരാൻ. അതുകൊണ്ട് കിങ്ങിന് ഒരു ബ്രീത്തിങ് ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. ആഫ്റ്റർ f3 ഡബിളോ ഉണ്ടോ. ആഫ്റ്റർ ഡബിളോ കിങ് കാസിൽ ചെയ്തിരിക്കുകയാണ് വിത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് പീസസ്. ക്വീൻസ് ഓൺ ദ ബോർഡൊന്നുമില്ല, ലോട്ട്സ് ഓഫ് മൈനർ പീസസ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഈവൻ വിത്ത് നോട്ട് ഇനഫ് ഷെൽട്ടർ, അതായത് ജസ്റ്റ് 1 pawn ഉള്ളെങ്കിലും ബ്ലാക്ക് ഈസ് ഏബിൾ ടു ഡിഫെൻഡ് ഹിസ് കിങ്. എനിവേ ആഫ്റ്റർ ടേക്സ് ഇനിയും ഒരു മൈനർ പീസും കൂടി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഇവിടെ d6 കളിച്ച് കഴിഞ്ഞാൽ ആൻഡ് ദ ബിഷപ്സ് ലൈൻ ഈസ് ഓൾസോ ഓപ്പൺ. ആൻഡ് ബ്ലാക്കിന് ഈ ഒരു പൊസിഷന് ഡിഫെൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ദ പൊസിഷൻ ഈസ് എ ഡ്രോ. സോ ദാറ്റ് ഈസ് വൺ വേ ടു ലുക്ക് അറ്റ് ഇറ്റ്. ഞാൻ പറഞ്ഞു അത് നൈറ്റ് e5 കളിക്കുന്ന ആ ലൈനാണത്. അതായത് നൈറ്റ് e5 9th മൂവ് ഇവിടെ ടേക്സ് അടിച്ചു. ഈ ഒരു ലൈനിൽ ഇറ്റ്സ് എ ഡ്രോ. ഇനി വേറൊരു ലൈനിൽ ദാറ്റ് ഈസ് ഓൾസോ എ ഡ്രോ ആഫ്റ്റർ ദ മൂവ് ലെറ്റ്സ് എ d5 ബിഷപ്പ് f6. ഞാൻ പറഞ്ഞു ബിഷപ്പ് f6 ഇസ് ദ മോഡേൺ ഗ്രീക്കോ ഗാംബിറ്റിലുള്ള ഒരു ലൈനാണത്. ബിഷപ്പ് f6 ഇസ് ദ തിയററ്റിക്കൽ ലൈൻ. ഇവിടെ വി ആർ നോട്ട് വൈറ്റ് ഹറീഡ്ലി ക്യാപ്ചർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ബെറ്റർ.
അറ്റ്ലീസ്റ്റ് ബ്ലാക്ക് വിൽ ബി ബെറ്റർ എന്നാണ് കേട്ടോ. ടേക്സ് അടിച്ചുകൊണ്ട് നെക്സ്റ്റ് മൂവ് D5 കാസിലും എല്ലാം ചെയ്യും. സോ ദാറ്റ് മിസ്റ്റേക്ക് ഒരിക്കലും ചെയ്യരുത്. വി ഹാവ് ടു കീപ്പ് ഓൺ അറ്റാക്കിങ്. സോ റൂക്ക് ടു E1 പിന്നിങ് ചെയ്യാണ്. ആൻഡ് വൺസ് അഗെയിൻ ഇവിടെ ഡബിളോ മൂവ് ഇവിടെ മേക്ക് ചെയ്യാനും വേണ്ടി പറ്റും. അതേപോലെ നൈറ്റ് E7 ഈ രണ്ട് മൂവ് മേക്ക് ചെയ്താലും ദ ഗെയിം ഈസ് സ്റ്റിൽ എ ഡ്രോ. ലെറ്റ് സി വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ ഡബിളോ റൂക്ക് ടേക്സ് E4 വരുന്നെങ്കിൽ ദെൻ ഇനി ഇവിടെ നൈറ്റിനൊക്കെ അറ്റാക്കാണ്. അപ്പോൾ ഇതിനെ നൈറ്റിനെ E7 മൂവ് ചെയ്യുന്നു. കിങ് സൈഡിലേക്ക് ഒരു അസിസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇവിടെ ബിഷപ്പ് ടു G5 ഇവിടെ മൂവ് ചെയ്യുകയാണ്. ഐഡിയ ഇവിടെ പ്രഷർ കൊടുക്കാനും വേണ്ടിയിട്ട് നൈറ്റിനെ G5 കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ്. ഇവിടെ നൈറ്റ് ടേക്സ് G5 വന്നാൽ ബിഷപ്പ് ടേക്സ് G5 ആൻഡ് നൈറ്റ് ടേക്സ് G5. ഇവിടെ D6 മൂവ് വരികയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് തോന്നും ഇവിടെ ക്വീൻ ടു H5 ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വിന്നിങ് അറ്റാക്ക് എല്ലാം ഉണ്ട്. ഇവിടെ നൈറ്റ് ടേക്സ് H7 എല്ലാം ഉണ്ട്. നൈറ്റ് ടേക്സ് H7 ലുക്സ് ലൈക്ക് വെരി ടെംപ്റ്റിംഗ്, ബട്ട് നല്ലൊരു ഫോളോ അപ്പ് ഇതിന് ഉണ്ടാകുന്നില്ല. ആൻഡ് വിത്ത് എ കറക്റ്റ് പ്ലേ ഇറ്റ് ഷുഡ് ബി എ ഡ്രോ. ലെറ്റ്സ് സിംപ്ലി ടേക്ക് ഇറ്റ്. ഈവൻ ഒരു H5 ബാറ്ററി വന്നിട്ടും പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് ഒന്നും വൈറ്റിന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല വിത്ത് എ കറക്റ്റ് പ്ലേ ആണെങ്കിൽ. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് കിങ് G8 ക്വീൻ H6 വന്നു. ഇനി ക്വീൻ H7 മേറ്റിംഗ് ത്രെട്ടാണെന്ന് നമുക്ക് തോന്നാം, ബട്ട് ദർ ഈസ് നത്തിങ് ആഫ്റ്റർ ദ മൂവ് F6. ആഫ്റ്റർ ദ മൂവ് F6 വന്നു കഴിഞ്ഞാൽ ദർ ഈസ് നോ മേറ്റിംഗ് അറ്റാക്ക് ഹാപ്പനിങ്. ഇവിടെ നമുക്ക് തോന്നുന്നു പെട്ടെന്ന് മേറ്റിംഗ് അറ്റാക്ക്. ഓക്കെ ബിഷപ്പ് D3 കളിക്കാമല്ലോ ഒന്ന്. ബിഷപ്പ് D3 കളിച്ച് ദർ ഈസ് നോ മേറ്റിംഗ് അറ്റാക്ക്. ദ സിമ്പിൾ മൂവ് വിൽ ബി റൂക്ക് ടു E8. ഇനി ഇവിടെ ഒരു മേറ്റിംഗ് അറ്റാക്കും വരുന്നില്ല. ദ ഗെയിം വിൽ ബി എ ഡ്രോ. സോ അതുകൊണ്ട് ആഫ്റ്റർ ദ മൂവ് ലെറ്റ്സ് D6 ഇവിടെ സാക്രിഫൈസ് ചെയ്യാതെ നൈറ്റ് ടേക്സ് സാക്രിഫൈസ് ഒന്നും കിട്ടുന്നില്ല. പകരം ക്വീന് H5 വരാം. ക്വീൻ H5 വന്നെങ്കിലും ദ ഗെയിം ഈസ് സ്റ്റിൽ എ ഡ്രോ ആഫ്റ്റർ ദ മൂവ് ബിഷപ്പ് ടു F5. ബിഷപ്പ് ടു F5 കളിച്ച് കഴിഞ്ഞാൽ ബിഷപ്പ് ജസ്റ്റ് ഓൺ ടൈം അറ്റാക്കും ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിഫെൻഡും ചെയ്യുന്നുണ്ട്. So that is one way to draw this game, and now the other one will be another way to defend it. So let's look at that variation. After c takes D4, bishop B4 വന്നു, knight C3, knight takes ഞാൻ പറഞ്ഞു double out, bishop takes E3, D5, bishop F6, and now rook E1. ഇവിടെ നൈറ്റ് E7 ഓൾസോ ഞാൻ പറഞ്ഞു വേറൊരു ലൈനാണ്. നൈറ്റ് E7 ദാറ്റ് ഈസ് വെരി പ്ലേയബിൾ. ദ ഗെയിം ഈസ് സ്റ്റിൽ എ ഡ്രോ. ആഫ്റ്റർ റൂക്ക് ടേക്സ് E4 ഇവിടെ സിമ്പിൾ ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് കാസിൽ ചെയ്യുന്നില്ല, പകരം D6 കളിച്ചുകൊണ്ടിട്ട് ബിഷപ്പിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ബ്ലാക്ക്. അതേപോലെ വൈറ്റിന് D6 പുഷ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുന്നില്ല. D6 ഓൾറെഡി ബ്ലാക്ക് കളിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ ബിഷപ്പ് G5 വന്നു. നമ്മുടെ നേരത്തെ ചാലഞ്ചിങ് അതേ ലൈനിൽ തന്നെയാണ് വരുന്നത്. ടേക്സ് ഇറ്റ് ആൻഡ് നൗ ഇൻസ്റ്റെഡ് ഓഫ് കാസിൽസ് ഞാൻ പറഞ്ഞു കാസിലിംഗ് സ്റ്റിൽ പ്ലേയബിൾ. ഒരു ബെറ്റർ മൂവ്, ഒരു സ്ലൈറ്റ്ലി ഒരു ബെറ്റർ മൂവാണ് H6. ലാഹോസ് പൊട്ടിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹംഗേറിയൻ ഗ്രാൻഡ് മാസ്റ്ററാണ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. ആൻഡ് ദാറ്റ് ഈസ് സ്റ്റിൽ എ വെരി ഗുഡ് മൂവ്. പൊസിഷൻ ഇസ് നോട്ട് വിന്നിങ് ഫോർ ദ ബ്ലാക്ക് സൈഡ്, ബട്ട് എവർ സോ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ബ്ലാക്കിനുണ്ട്, അത്രേ ഉള്ളൂ. ബട്ട് നത്തിങ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇവിടെ വി ഹാവ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് മൂവ്, ആൻഡ് ദാറ്റ്സ് വെരി കൗണ്ടർ ഇൻഡ്യൂറ്റീവ് മൂവ് ആണ്. ഇവിടെ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുകയാണ് E5 കിട്ടാനും വേണ്ടിയിട്ട്. ആൻഡ് ഇവിടെ ഒരു പ്രിസൈസ് മൂവ്സ് കൂടെ വരുന്നുണ്ട്. വേറെ ഒന്നുള്ളത് ഈ H6 പകരം ബിഷപ്പ് F5 മൂവ് എന്നാൽ ദിസ് വിൽ ബി ലോസ്റ്റ്. ആക്ച്വലി ബ്ലാക്ക് ലോസ്റ്റ് ആണ്, കാരണം ക്വീൻ ടു F3 വരുന്നുണ്ട് ആൻഡ് ദർ വിൽ ബി പ്രഷർ. E5 പ്രഷർ ഉണ്ട് ഓൾറെഡി, പ്രഷർ ഓൺ ദ knight and the bishop. Even bishop ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ the other rook will join and the knight will be lost. So we have to immediately understand that after knight takes G5, bishop F5 will be lost. Instead H6 is the move. H6 വരുമ്പോൾ ഈ നൈറ്റിനെ നമ്മൾ സേവ് ചെയ്യാനൊന്നും നിൽക്കേണ്ട. വി വിൽ പ്ലേ ജസ്റ്റ് തിങ്ക് അബൌട്ട് വിന്നിങ് ബൈ പിന്നിങ്. ഇതാണ് ഐഡിയ. പക്ഷെ ഇവിടെ ഒരു നല്ലൊരു റിസോഴ്സ് ഉണ്ട് ഇവിടെ ബ്ലാക്കിന്. സോ ലെറ്റ് സി വാട്ട് ദ പ്ലാൻ ഫോർ ദ വൈറ്റ് സൈഡ്. ട്രിപ്ലിംഗ് ആണ്. So the line will be queen to E2. After queen to E2 വരുമ്പോൾ ജസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നു ആൻഡ് ദർ ഈസ് ദിസ് വൺ. കണ്ടോ, വെരി പവർഫുൾ ഒരു E5 ഒരു ബാറ്ററിയാണ്. ബട്ട് E5 നൈസ് ആൻഡ് സ്മൂത്തായിട്ട് ബ്ലാക്ക് അതിനെ ഡിഫെൻസീവായിട്ട് നേരിടുകയാണ്. വേറെ ഒരു മൂവും ഇല്ല എക്സെപ്റ്റ് ജസ്റ്റ് ബ്ലോക്കിംഗ് ദ ഫയൽ. കാരണം വലിയൊരു ഹൈവേ ആണ് ഉള്ളത്, അതിനോട് ഏറ്റവും സിമ്പിളായിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യാണ് വിത്ത് എ പ്രിസൈസ് മൂവ്. ആൻഡ് ദാറ്റ് ഈസ് ദ ഓൺലി മൂവ്.
ബിഷപ്പ് E6. ബിഷപ്പിനെ അവിടെ സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പിനെ അവർ ടേക്സ് അടിച്ചിട്ട് ഗെയിമിലേക്ക് കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ ബിഷപ്പിനെ ബിഷപ്പ് E6, ബിഷപ്പിനെ ടേക്സ് അടിച്ചാൽ ദർ വിൽ ബി ദ മൂവ് F6 ആൻഡ് F6 ഈസ് ഗുഡ് ഇനഫ് നൗ. അതോട് കൂടിയിട്ട് ഈ ഫയലിൽ മൊത്തം ഒരു ട്രാഫിക് കൺജഷൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്, ബ്ലോക്ക് വന്നിരിക്കുകയാണ്. എല്ലാ മൈനർ പീസും അതേപോലെ ഹെവി ആർട്ടിലറി, ഹെവി മേജർ പീസസും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് വിത്ത് ഇറ്റ്സ് ഓൺ പാൺ. ആൻഡ് ഇവിടെ ഇനി വൈറ്റ് ഈസ് ദ വൺ ഹു മസ്റ്റ് ബി പ്രിസൈസ്. വെരി ആക്റ്റീവ് ആൻഡ് അഗ്രസീവായിട്ട് വൈറ്റ് ഗെയിം കളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ബ്ലാക്ക് വിൽ കൺസോൾഡേറ്റ്. ഹൗ ക്യാൻ ബ്ലാക്ക് കൺസോൾഡേറ്റ്? ബ്ലാക്ക് C6 D5 കളിച്ചു, ക്യൂന് വന്നു കഴിഞ്ഞാൽ ഇവൻ ഡബ്ലോ വരെ പോകാം. അതേപോലെ തന്നെ ഇവൻ കിങ് സൈഡ് കാസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ G6 കിങ് സിമ്പിൾ വാക്ക് ടു F8 ആൻഡ് G7. അതേപോലെ ഇവിടെ H5 ഇവിടെ ഉപയോഗിക്കാനും വേണ്ടി പറ്റും. ഇവിടെ ഒരു ലൈന് നമുക്ക് നോക്കാം, റൂക്ക് ടു E3. ഈ റൂക്ക് ടു E3ൻ്റെ ഐഡിയ റൂക്ക് B3 വരാനോ അല്ലെങ്കിൽ റൂക്ക് H3 വരാനോ ആണ്. പക്ഷേ ഇവിടെ ബ്ലാക്ക് പ്രിസൈസായിട്ട് C6 മൂവ് മേക്ക് ചെയ്യുന്നു. ഇനി റൂക്ക് H3 വിൽ ബി നോട്ട് ദ ബെസ്റ്റ് മൂവ്. ഇവിടെ H5 കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കളിക്കുന്നത്. സോ ദർ വിൽ ബി ദ റൂക്ക് ടേക്സ് H3. ഇനി ക്വീൻ ടു H5 ചെക്ക് വെക്കാനുള്ള ഐഡിയ ആണ്. സോ ദാറ്റ് വിൽ ബി സ്റ്റോപ്പ്ഡ് റൈറ്റ് അവേ. ജസ്റ്റ് G6 പുഷ് ചെയ്തുകൊണ്ടിട്ട് ഗെയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാനൊരു സാമ്പിൾ അതിന് പറയുകയാണെങ്കിൽ ദിസ് പൊസിഷൻ ഈസ് വിന്നിങ്. ഞാൻ പറഞ്ഞാൽ റൂക്ക് H3 ആയിരുന്നു അതിലെ ബാഡ് മൂവ്. ഇൻസ്റ്റെഡ് ഓഫ് റൂക്ക് H3, അനദർ മൂവ് ദാറ്റ് ഐ കൻ സജസ്റ്റ് ഈസ് റൂക്ക് ടു B3. റൂക്ക് ടു B3 വിത്ത് എൻ അഗ്രസീവ് ഓപ്ഷൻ, ബട്ട് പൊസിഷൻ ഈസ് സ്റ്റിൽ എവർ സോ വെരി സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ആണ് ബ്ലാക്കിന് ഇപ്പോൾ പൊസിഷൻ ഉള്ളത്. ബട്ട് ഇവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ G6 ഐഡിയാസ് തന്നെ ഇവിടെ ബ്ലാക്കും ഒത്തിരി പ്രിസൈസായിട്ട് കളിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഈ ഒരു സ്ക്വയറിലേക്ക് അറ്റാക്ക് വരികയാണെന്ന് നോക്കുക, ക്യൂൻ ടു F3. ഇവിടെ ഒന്ന് പ്രിസൈസ് ആവണം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് അറ്റ് ദ വേ ഹൗ ബ്ലാക്ക് ഡിഫെൻഡിങ് ഇയർ. വി കോൾ ഇറ്റ് ടാക്ടിക്കലി ഡിഫെൻഡിങ്. ഡയറക്റ്റായിട്ട് ഇവിടെ ക്യൂൻ ടേക്സ് ഈ പണം ഇവിടെ പോയി കഴിഞ്ഞാൽ ദ കിങ് വിൽ ബി ഡൂംഡ്. പെട്ടെന്ന് ഇവിടെ മേറ്റിംഗ് അറ്റാക്ക് എല്ലാം വരുന്നുണ്ട്. ബട്ട് ദർ ഈസ് ദ പ്രിസൈസ് മൂവ് ഹിയർ. കണ്ടോ, ക്വീൻ ടു A5 ചെക്ക് ചെയ്തുകൊണ്ട് റൂക്കിന് അറ്റാക്കാണ്. ഇനി ഇവിടെ ടേക്സ് അടിക്കാനൊന്നും പറ്റുന്നില്ല. ഇതിവിടെ ടേക്സ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പോകുന്നുണ്ട്. ആൻഡ് ഇനി റൂക്കിനെ ഇവിടെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടോ ക്വീൻ വിൽ കം ടു F5 കാണാം. ഇമ്മീഡിയറ്റ്ലി ക്വീൻ ഇതേപോലെ ഒരു ആക്റ്റീവ് സ്ക്വയറിലേക്ക് വന്നിരിക്കുകയാണ് വിത്ത് ടാക്ടിക്കലി ഡിഫെൻഡിങ് ദ പൊസിഷൻ. സോ ആൻഡ് ദെൻ ഇൻ ദിസ് പൊസിഷൻ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ബ്ലാക്ക് ഈസ് വിന്നിങ്. സോ ബട്ട് Greco Gambit with all the precise moves, the game should end up in a draw like in every game. ആൻഡ് നിങ്ങളുടെ ചെയ്യേണ്ടത് ബ്ലാക്ക് സൈഡ് ആയാലും വൈറ്റ് സൈഡ് ആയാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ഓൾ ദ ഫൺ. ഞാൻ നേരത്തെ പറഞ്ഞ ഒത്തിരി റിസോഴ്സസും ഒത്തിരി ടാക്ടിക്സും ഒത്തിരി മേറ്റിംഗ് അറ്റാക്സും നല്ല ഡിഫെൻസീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ലൊരു ഓപ്പണിംഗ് ആണ്. നിങ്ങളിത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ലീച്ചസിൻ്റെ ഒരു സ്റ്റഡി ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ്റെ കൊടുത്തേക്കാം. ആൻഡ് ജസ്റ്റ് ലേൺ ഇറ്റ്. സോ ഐ ഹാവ് ഫൺ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.